അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം 290 പേർ അടുത്ത് മരിച്ചെന്ന് പറയുന്നു. 248 250 കാര്യം മരണവിവരം കൃത്യമായിട്ട് പുറത്തു വന്നില്ല. പാസഞ്ചേഴ്സിന്റെ എണ്ണം ഇനി തിട്ടപ്പെടുത്താനുണ്ട്. ഏതായാലും എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെടുന്നു. ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുകളിൽ ഇടിക്കുന്നു. മരണസംഖ്യ കൂടുന്നു. ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. അതെ, ഈ അപകടത്തിന്റെ വ്യാപ്തിയെ കുറിച്ച്, ഈ അപകടത്തിന്റെയൊക്കെ എന്തായാലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഇതില് വ്യാപ്തി എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകാനാണ് നോക്കുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ മാർച്ച് 11 എക്സിൽ അരവിന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരുന്ന പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകർക്കും കൂടി പങ്കുവയ്ക്കാമെന്ന് എനിക്ക് കരുതിയത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ട്, രാജ്യത്തിന്റെ ഗ്രോത്ത്, കൊമേഴ്സ്യൽ ഗ്രോത്ത്. അതെ, ആ GDPയുടെ വളർച്ച എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. ഈ പോസ്റ്റിൽ പറയുന്നത് അരവിന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എക്സ് പോസ്റ്റാണത്. മാർച്ച് 11 വന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് എയർ ഇന്ത്യയുടെ വിമാനം ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പറന്നു തുടങ്ങി ഒരു 5 മണിക്കൂറിന് ശേഷം തിരിച്ച് ലാൻഡ് ചെയ്യേണ്ടി വന്നു. ആ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മറ്റ് 12ഓളം ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഡാമേജ്ഡ്. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണല്ലോ, 10-11 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ അത് തിരിച്ചിറക്കി. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെയധികം ചർച്ചയാക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇന്ത്യക്ക് എവിടെ ഒരു അവമതിപ്പ് ഉണ്ടാക്കാമോ ആ തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് പറന്നു പൊങ്ങാൻ പാടില്ല. എയർ ഇന്ത്യക്കെതിരെ തുടക്കം മുതലേ പല രീതിയിലുള്ള വിഷയങ്ങളുണ്ട്, സാങ്കേതിക പിഴവുകളുണ്ട്, പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇടിച്ചു നിൽക്കാനായിട്ട് മറ്റ് വിദേശ എയർലൈൻസുകളോട് മല്ലിട്ടു, അതായത് കിടപിടിച്ചുകൊണ്ട് എയർ ഇന്ത്യ പൊങ്ങരുതെന്നുള്ള ഒരു തരം വാശി പലർക്കും ഉണ്ടായതായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഇല്ല എന്നുള്ളതല്ല. ഈ ടെക്നിക്കൽ ഇഷ്യൂസ് എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം ഒരു പ്ലെയിൻ അത് ടേക്ക് ഓഫിന് മുമ്പ് അത് പുതിയൊരു പ്ലെയിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വ്യക്തമായി ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത് പറന്നുയരുന്നത്. അത്തരത്തിലുള്ള പ്ലെയിനിനെ എങ്ങനെയാണ് പകുതിക്ക് വെച്ച് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നത്? അപ്പോൾ അതിന് ഒരു പക്ഷേ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുടപിടിക്കുന്നുണ്ടാകില്ലേ എന്നുള്ള ഒരു സംശയം, അതായത് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നിട്ടും അജ്ഞത ഭാവിക്കുകയല്ലേ എന്നുള്ള ഒരു വിഷയമാണ് അവിടെ അദ്ദേഹം പങ്കുവെച്ചത്. കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിലും കാര്യമില്ലാതില്ല. കാരണം നമുക്കെതിരെ പാകിസ്ഥാൻ, ഖലിസ്ഥാൻ, തുർക്കി, മിഡിൽ ഈസ്റ്റ് നേഷൻസ് ഇവരെല്ലാം തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ സൗഹൃദപരമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്ന പല രാജ്യങ്ങൾക്കും, ഇപ്പം US ആണെങ്കിലും, US നമ്മളോടുള്ള ചൊറിച്ചിൽ നമുക്കറിയാം, പല സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ US ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉള്ളിൽ കെറിവ് വെച്ചിട്ട് നമ്മളോട് സൗഹൃദം ഭാവിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ആ പോസ്റ്റിലൂടെ പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ഈ പ്ലെയിൻ ക്ലാഷ് പോലും അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഇത്തരത്തിലൊരു അട്ടിമറി സാധ്യതയില്ലേ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിനെ വെറും ഒരു പോസ്റ്റായിട്ട് കാണാനും പറ്റില്ല. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തെക്കുറിച്ച്
പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബയോ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളും തന്നെ ഇത്തരത്തിലുള്ളതുമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്നത് മുൻകാലത്തെ പോസ്റ്റ് ആണെങ്കിലും എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ടാറ്റയുടെ കയ്യിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ്. ടാറ്റയുടെ കയ്യിലേക്ക് എത്തുന്നു. എയർ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ പറയുന്ന ടാറ്റയ്ക്കെതിരെയുള്ള ബോയ്ക്കോട്ടാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം സുദിയോ വഴി നടന്നിട്ടുള്ളത്. അതിന് പിന്നിലുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ആ കാര്യങ്ങളും നമ്മളിവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ ട്രെയിൻസിലാണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രെയിനുകൾ വളരെ ശോച്യാവസ്ഥയിലാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഈ ചെയ്തു വെക്കുന്നത് ആരാണ് എന്നുള്ളതിലേക്ക് ഇതുവരെയും അന്വേഷണം പോയിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇതിനെ മറികടക്കാനുള്ള, അതായത് അതങ്ങനെയല്ല എന്ന് പറയാനുള്ള സാഹചര്യവും ഇന്നില്ല. കാരണം പാകിസ്ഥാനിലെ പണം വാങ്ങി പ്രവർത്തിച്ച യൂട്യൂബർമാർ വരെ നമ്മുടെ നാട്ടിൽ അറസ്റ്റിലായിട്ടുണ്ട്. പിന്നെ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഈ സുദിയോക്കെതിരെ പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം ഇവരുടെ ജമാഅത്തയുടെ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയാലേ, നമ്മളിപ്പോൾ എല്ലാത്തിനും അവസാനം പറയുന്നതാണ് ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സ്. ആ ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ബാക്കി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ കൂടി ഈ അരവിന്ദ് എന്ന് പറയുന്ന ആള് പറഞ്ഞതുപോലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പല സോഴ്സും ഉപയോഗിക്കാം. അതൊരു പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടാവാം. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടണം. ഈ പറന്ന് പൊങ്ങി ഏറ്റവും അധികം പൊങ്ങിയിട്ടില്ല, അതിൻ്റെ കൃത്യമായ ഉയരത്തിലേക്ക് അത് എത്തുന്നതിന് മുൻപാണ് ഈ ക്ലാഷ് ഉണ്ടായിട്ടുള്ളത്. ഈ ക്ലാഷ് ഉണ്ടാവുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ്, അതായത് അത് ടേക്ക് ഓഫ് ചെയ്ത് അങ്ങ് തുടങ്ങുന്നതേ ഉള്ളൂ. ആ തുടങ്ങുമ്പോൾ തന്നെ പൈലറ്റ് വിളിച്ചു പറയുകയാണ് മെയ്ഡേ മെയ്ഡേ മെയ്ഡേ, അതായത് ഹെൽപ്പ് മീ എന്നാണ്. ഹെൽപ്പ് മീ എന്ന് പറയുന്നു. അത് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ ഈ പ്ലെയിൻ അഗ്നിഗോളമാവുകയാണ്. അപ്പോൾ ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ എന്തായിരിക്കാം അതിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്, അത് എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും തിരിച്ചൊരു റിപ്ലൈ കിട്ടാനോ ആ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്ലൈ കിട്ടാനുള്ള ഒരു സാധ്യത പോലും അവശേഷിക്കും മുമ്പ് ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു അപകടത്തിന്റെ ഏറ്റവും അവസാന നിമിഷമാണ്, അല്ലെങ്കിൽ അതെല്ലാം പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രജിത ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ എയർ ഇന്ത്യയാണ് വിമാനം. എയർ ഇന്ത്യ എന്ന് പറയുന്ന ടാറ്റ വാങ്ങിയിട്ട് എത്ര നാളായി? 6 മാസം തന്നിട്ട് ആയിട്ടല്ലേ ഉള്ളൂ. എത്ര മാസം ആയിട്ടുണ്ടാവും? അധികമായിട്ടില്ല. ഒരു ദീർഘദൂര വിമാന യാത്രയ്ക്ക് ഒരിക്കലും എയർ ഇന്ത്യയെ കഴിഞ്ഞ നാളുകളിൽ ആരും സെലക്ട് ചെയ്തിരുന്നില്ല. നിങ്ങൾ എക്സിലെ ഒരു പോസ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. എക്സിലെ ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് നമ്മളിതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ വന്ന ആ കാര്യം ശരിയാണ്. നമുക്ക് വിമാനയാത്ര ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ ഒരു തവണ വിമാനയാത്ര ചെയ്തിട്ടുള്ളൂ. 2 വാഷ്റൂമാണുള്ളത്. ഈ 2 വാഷ്റൂമും ഒരാൾക്ക് നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ്. അത് ഇൻഡിഗോ. എയർ ഇന്ത്യ നിരവധി പരാതികൾ വന്നിട്ടുള്ള ഒരു ഇതാണ്, ഈ വിമാന കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ യാത്ര ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ ധനാഢ്യന്മാരാണ്. എവിടെ? അഹമ്മദാബാദിൽ നിന്ന് പോയിരിക്കുന്ന ധനാഢ്യന്മാരാണ്, വളരെ ധനാഢ്യന്മാരാണ്. 11 മണിക്കൂറിലധികം യാത്രയുള്ളതാണ്. ഒരു വിമാനം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്തിരിക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ വണ്ടിയുടെ എഞ്ചിനാണ്, ആ എഞ്ചിനിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ചെയ്തിട്ടില്ല. പ്രിയ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു മെയ്ഡേ എന്ന് അദ്ദേഹം ഹെൽപ്പ് മീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഈ വിമാനത്തിനകത്ത് ഓടിച്ചിരുന്ന ക്യാപ്റ്റനും ഇതിൻ്റെ സർവീസ് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അവിടുത്തെ ഓഫീസിനകത്ത് ഇരുന്നവരും തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഇവരെ ചോദ്യം ചെയ്യുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. കാര്യം ഈ ഒരു നിശ്ചിത ഉയരത്തിൽ പൊങ്ങിക്കഴിയുമ്പോൾ അടയേണ്ടതാണ്, ഈ പറയുന്ന വീൽ കയറേണ്ടതാണ്.
താഴേക്കിരിക്കുന്ന ഒരു വീലിൽ താഴേക്കിരിക്കുന്നതുണ്ട്, മേളിലേക്കിരിക്കുന്ന ഒരു ചിറകുമുണ്ട്. ഈ ചിറകെല്ലാം അടയുന്നത്, ഇതൊന്നും തന്നെ അടയുന്നില്ല. എന്നിട്ട് 200 മീറ്റർ അടി ഉയരത്തിലേക്കുള്ള ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ഇത് ചെന്ന് ഇടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വീല് ചെന്ന് ഇടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഈ പറയുന്ന വിമാനത്തിനകത്തെ ഒരു രീതിയിൽ ഇതിന്റെ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന പോലെ തന്നെ ഇത് പിടിച്ചിടേണ്ട സംവിധാനമാണ്. ഈ കൈയെത്തുന്ന ദൂരത്തല്ല ഇതിന്റെ ഇതെന്ന് പറയുന്നത്, ഈ പിടിച്ചിടേണ്ട സാധനം ഇരിക്കുന്നത്. നമ്മളിപ്പം ഹാൻഡ് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ, കാറിലെ ഹാൻഡ് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന്റെ ലിവർ അവിടെയല്ല ഇരിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു പ്രാഥമികമായി വേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ നേരത്തെ വന്നിരുന്ന ഒരു പോസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് അനുബന്ധമായി നമ്മൾ പറയുമ്പോൾ എയർ ഇന്ത്യ പൊതുവിൽ ഏറ്റവും മോശമാണ്. എയർ ഇന്ത്യയുടെ സർവീസ് ഏറ്റവും മോശം. ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1 കോടി രൂപ വെച്ച് കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ട്. ഇവർക്ക് ഇതിനകത്തുള്ള ക്ലാഷ്, മറ്റ് ഇട്ടിസലാട്ട്, മറ്റ് വിമാന കമ്പനികൾ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴല്ലോ ഏറ്റവും ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തുള്ളത്. ഈ വിമാനത്തിനകത്തുള്ള ഇരിക്കുന്നതിന്റെ സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സൈഡിൽ 3 പേര്, നടുക്ക് 4 സീറ്റ്, ഇവിടെയും 3 സീറ്റ്, ഇങ്ങനെ ഇത്തരത്തിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്തുള്ളത്, ഈ വിമാനത്തിനകത്തുള്ളത്. ഈ പറയുന്ന പിന്നെ എയർ ഹോസ്റ്റസിനൊക്കെ തന്നെ പോകാനും വണ്ടി ഉരുട്ടാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രാഥമികമായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടില്ല. മെയ്ഡേ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, ഒരു പൈലറ്റ് കയറുമ്പോൾ അത് ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിരിക്കണം. ഒരു ദീർഘദൂര യാത്രയാണ്, കടലിന്റെ മുകളിൽ കൂടെയൊക്കെ എത്രയോ കിലോമീറ്റർ ഇത് പോകുന്നുണ്ട്. ഈ കിലോമീറ്റർ പോകുമ്പോൾ ഇത് കടലിലാണ് വീണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് വിമാനം ആകാശത്തിൽ കൂടെ പോകുന്നതല്ലേ. ഭാരമില്ലാത്തൊരു വസ്തുവായി മേഘങ്ങൾക്കിടയിലേക്ക് പോകണമെങ്കിൽ ഭാരമുള്ളതെല്ലാം അകത്തേക്ക് ഇത് എടുക്കണ്ടേ. ഇത് ഭാരമുള്ളതൊന്നും അകത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഇതിന്റെ ടെക്നിക്കൽ സൈഡിലെ എറർ. ഈ ഉദ്യോഗസ്ഥരും കീഴ് ഓഫീസിൽ ഇരിക്കുന്നവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെ അറിയാം? പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ട്രെയിൻ യാത്രയുടെ വിഷയം, ട്രെയിൻ യാത്രയിൽ ഇന്നും ഇന്നലെയും അല്ല ഇത്തരത്തിൽ സീറ്റ് കുത്തിക്കീറലും തെറി എഴുതി വെക്കലും ഒക്കെ ഇന്നും ഇന്നലെയും അല്ല, അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മനോവൈകല്യം ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. മനോവൈകല്യത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ്. ഞാനൊരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരനാണ്. ശൗചാലയങ്ങളുടെ വൃത്തിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുക. ഇത് ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അത് പാകിസ്ഥാൻ തീവ്രവാദം, ഖലിസ്ഥാൻ തീവ്രവാദം, ഇതിപ്പോൾ എന്തെങ്കിലും ബ്ലാക്ക് ബോക്സ് കിട്ടട്ടെ. ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും, എന്താണ് ഇതിനകത്ത് നടന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ക്യാപ്റ്റനെയും ഇതിനകത്തുള്ളവരെയും ആരൊക്കെയോ കബളിപ്പിച്ചു എന്നുള്ളത് തന്നെ ഒന്നാമത് പറയാം. പിന്നെ എയർ ഇന്ത്യയുടെ പഴയ ഒരു പേരും പകിട്ടും ഒക്കെ പോയി. ടാറ്റ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരൊന്നും മാറുന്നില്ല. ഇതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു, പറഞ്ഞു മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സൗകര്യവും. പിന്നെ എൻ്റെ തന്നെ ബ്രദറൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും എയർ ഇന്ത്യ പ്രിഫർ ചെയ്തിട്ടില്ല. അത് 6 മാസം മുമ്പുള്ള കാര്യം. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ബോക്സ് കിട്ടട്ടെ. ബ്ലാക്ക് ബോക്സ് കിട്ടുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നറിയാം. ഇപ്പോൾ എക്സലിൽ പോസ്റ്റ് വന്നു, ആ കാര്യങ്ങളൊക്കെ തന്നെ വരട്ടെ. ആ പറഞ്ഞ് പ്രതിപാദിച്ചതും ഈ കാര്യങ്ങളും തമ്മിൽ കൂട്ടി യോജിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുമല്ലോ, അല്ലേ?